നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇനി ആടാൻ എത്ര വേഷങ്ങളുണ്ട് നമ്മുടെ മമ്മൂക്കയ്ക്ക് ആലോചിച്ചു പോവുകയാണ്. അത്രയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, ഏകദേശം 425ഓളം സിനിമകൾ കഴിഞ്ഞിട്ട് 426ാമത്തെ സിനിമയോ മറ്റോ ആണ് ബ്രഹ്മയുഗം എന്നാണ് എൻ്റെ അറിവ് തെറ്റായിരിക്കാം. തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. തൊട്ട് മുമ്പ് കഴിഞ്ഞ മാസം കണ്ട മമ്മൂക്ക സിനിമയിൽ അബ്രഹാം മോസ്ലറുടെ പ്രതിയോഗിയായി വില്ലനായിട്ട് എത്തുന്ന അലക്സാണ്ടറിനെ വെല്ലുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ലുക്കുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയുള്ള ഒരു കഥാപാത്രമായിട്ട് ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയായിട്ട് എത്തുകയാണ് അദ്ദേഹം. അതും ആളുകളെ ഭ്രമിപ്പിച്ചുകൊണ്ട് മികച്ചൊരു കഥാപാത്രമായിട്ട് മമ്മൂക്കയുടെ ഇതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും മികച്ചൊരു കഥാപാത്രങ്ങൾ ഒന്ന് തന്നെ നമുക്ക് നിസ്സംശയം കരുതാം, ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റി. ഞാൻ റിവ്യൂ നേരത്തെ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ് വെക്കാതെ പോയൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയെ കുറിച്ച്. കൊടുമൺ പോറ്റിയുടെ നോട്ടം, ഭാവം, അദ്ദേഹത്തിന്റെ ആ ശൈലി, ചിരി, അതുപോലെ പെട്ടെന്നുള്ള നവരസ ഭാവങ്ങൾ, ക്ലൈമാക്സിനോടനുബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങൾ, അതിനു മുന്നേ അദ്ദേഹത്തിന്റെ അധികാര ഭാവങ്ങൾ, അതുപോലെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം കാണിക്കുന്ന ചില ഷോട്ടുകൾ, ഇതിലെല്ലാം തന്നെ ആ നടൻ എങ്ങനെ തന്റെ കഥാപാത്രമായി മാറുന്നു എന്ന് നമുക്ക് നിസ്സംശയം കാണാൻ പറ്റിയൊരു കാഴ്ചയാണ്. അതൊന്ന് കണ്ട് ആസ്വദിക്കേണ്ടതാണ്, തിയേറ്ററിൽ തന്നെ കാണേണ്ട കാഴ്ച. നിഴൽ പോലും അഭിനയിക്കുന്ന മനോഹരമായ പ്രതിഭാസം കൂടി മമ്മൂക്കയുടെ ഈ ഒരു കഥാപാത്രത്തിൽ ഞാൻ കണ്ടു. പല നടീനടന്മാരെ കുറിച്ചും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ വിരൽത്തുമ്പുകൾ അഭിനയിക്കുന്നു, അവരുടെ കൺപോളകൾ അഭിനയിക്കുന്നു, അവരുടെ മുടിയിഴകൾ അഭിനയിക്കുന്നു, അവരുടെ നഖം പോലും അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ വെറും പറച്ചിലുകൾ എന്നതിനേക്കാൾ ഉപരി ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപൂർവം ചില ആളുകളുടെ ചില അഭിനയശേഷി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ബ്രഹ്മയുഗത്തിലെ മമ്മൂക്കയുടെ നിഴൽ പോലും അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ട കാഴ്ചയാണ്. ഇത് തിയേറ്റർ വാച്ച് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കേട്ടോ ബ്രഹ്മയുഗം. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ ആ ഒരു അനുഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ബ്രഹ്മയുഗത്തിനെ കുറിച്ച് പറയുമ്പോൾ അഭിനേതാക്കളെ കുറിച്ച് പറയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിനേതാവ് നമ്മുടെ മമ്മൂക്ക തന്നെയാണ്. കാരണം മമ്മൂക്ക ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും ആളുകൾ ആദ്യത്തെ ദിവസം തന്നെ കാണുവാൻ ഇടിച്ചു തിങ്ങി വന്നത്. 2.5 കോടിക്ക് മുകളിൽ പ്രീസെയിൽ ബിസിനസ് നടന്ന ഒരു സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് ഓർക്കുക. മലയാളത്തിൽ അത്തരത്തിലുള്ളൊരു വിജയ ചിത്രം അങ്ങനെ വരാറില്ല. അപൂർവമായിട്ട് അത്തരത്തിലുള്ള പ്രീസെയിൽസ് നടക്കുകയുള്ളൂ. അതും ഒരു ഹൊറർ ചിത്രം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, ഒരു പരീക്ഷണ ചിത്രം, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ തട്ട് അല്പം മുകളിൽ തന്നെയാണ്. ബ്രഹ്മയുഗം ഇനി തിയേറ്ററുകളിൽ ആളുകളെ ഭ്രമിപ്പിക്കുകയും തിയേറ്ററുകളിൽ ആളെ കൂട്ടും, ആളുകളുടെ കയ്യടികൾ ഏറ്റുവാങ്ങും. ഞാൻ തിയേറ്ററിൽ കണ്ട കാഴ്ച അവസാനം ആളുകൾ എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുകയാണ്. ചിത്രത്തിലെ ഓരോ ഡയലോഗിന് വരെ പലപ്പോഴും ആളുകളുടെ കയ്യടിയാണ്. മമ്മൂക്കയുടെ ഭാവ മാറ്റങ്ങൾക്ക് വരെ കയ്യടിയാണ്. ക്രൗര്യം വരുമ്പോഴും കയ്യടി. അതുപോലെ അദ്ദേഹത്തിന്റെ കോമഡിയും ലാസ്യവും അതുപോലെ ചില പ്രതികാരവാഞ്ചിയുള്ള ഭാവങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു രാക്ഷസ ഭാവമൊക്കെ കാണിക്കുമ്പോഴൊക്കെ കയ്യടി ബഹളമാണ് തിയേറ്ററിൽ. ആരാധകർ മാത്രമല്ല തിയേറ്ററിലുള്ളത് എന്ന് കൂടി ഓർക്കണം. ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട്, ഫാൻ ഷോക്ക് അല്ല ഞാൻ കണ്ടത്, ഫാൻ ഷോ കഴിഞ്ഞിട്ടുള്ള ഷോയാണ് ഞാൻ കണ്ടത്. എങ്ങനെ പോയാലും ഈ സിനിമ ഒരു നല്ലൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും മലയാള സിനിമയ്ക്ക്. ഒരു കാര്യം ഉറപ്പിക്കാം, മമ്മൂക്കയിൽ നിന്നും ഇനിയും ഒരുപാട് വേഷങ്ങൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ, ഇനിയും ഒരുപാട് വരാനിരിക്കുകയാണ് അദ്ദേഹത്തിൽ നിന്ന്. ഒരുപാട് സിനിമകൾ, ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകാനായിട്ട് നമ്മുടെ മമ്മൂക്കയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഏതായാലും ബ്രഹ്മയുഗം തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് തന്നെയാണ് മമ്മൂക്കയുടേത്. മമ്മൂക്ക ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്ന് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വസ്തുത തന്നെ. പ്രത്യേകിച്ച് ഒരു സിനിമ അഭിനേതാവ് അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഓരോ വ്യക്തികളും സിനിമയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് മമ്മൂക്കയ്ക്ക് ഇങ്ങനെ സാധിക്കുന്നു എന്ന് ഒന്നേ ഉത്തരമുള്ളതിന് അദ്ദേഹത്തിന്റെ ഭ്രാന്ത്, അഭിനയത്തോടുള്ള ഭ്രമം. അതാണിപ്പോൾ നമ്മളെ ഭ്രമിപ്പിക്കുന്ന ബ്രഹ്മയുഗമായി മാറിയത്. ബ്രഹ്മയുഗത്തിന്റെ ടിക്കറ്റുകൾ ഇനി കിട്ടാൻ പോകുന്നില്ല. ഒരാഴ്ച കാലത്തേക്കുള്ള ടിക്കറ്റുകൾ നിസ്സംശയം ചൂടപ്പം പോലെ വിറ്റ് പോകാനാണ് പോകുന്നത്. കാരണം ആ ഇല്ലത്തേക്ക് ഇനി ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. കാരണവരുടെ മനയിലേക്ക് ഇനി അത്രയ്ക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് ബുക്ക് മൈ ഷോയുടെയൊക്കെ സൈറ്റൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്.
നാളേക്കുള്ള ഷോകളൊക്കെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ നല്ല അഭിപ്രായം സിനിമയ്ക്ക് ആദ്യത്തെ ഷോ മുതൽ കിട്ടിയപ്പോൾ ജനങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് അത് തിയേറ്ററിൽ അവർക്ക് കൊടുക്കാൻ സാധിച്ചപ്പോൾ വലിയ വാദങ്ങളോ അല്ലെങ്കിൽ ബലിവീരങ്ങളോ പറയാതെ, വലിയ വാക്കുകളോ പൊങ്ങച്ചങ്ങളോ പറയാതെ ഒരു സിനിമ എങ്ങനെ മികച്ച രീതിയിൽ ആളുകളെ സമീപിച്ചുകൊണ്ട് അവരെ ത്രില്ലടിപ്പിച്ച് അവരെ ആ സിനിമയുടെ കഥാഗതിയോടൊപ്പം കൊണ്ടുപോകാമെന്ന് രാഹുൽ സദാശിവൻ വിജയിച്ച് കാണുന്ന കാഴ്ചയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുക. ഏതായാലും ബ്രഹ്മയുഗം കാണുമ്പോൾ നിങ്ങൾ നിരാശപ്പെടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാനും വലിയ പ്രതീക്ഷകളൊന്നും കൂടാതെയാണ് ഈ സിനിമ കാണാൻ പോയത്. ഞെട്ടിപ്പോയി. സത്യത്തില് പല രംഗങ്ങളിലും നമ്മളൊന്ന് ഞെട്ടിപ്പിച്ച് കളഞ്ഞു, പല രംഗങ്ങളും നമ്മളെ അതിശയിപ്പിച്ച് കളഞ്ഞു. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ അഭിനയത്തിന്റെ ആ മികവ് കണ്ട് വിസ്മയിച്ചു പോയി, കോരിത്തിരിച്ചു പോയി. ചില നിമിഷങ്ങളിൽ ചില കഥാപാത്രങ്ങളിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അഭിനയ മുഹൂർത്തങ്ങള് നമ്മൾ ഒളിഞ്ഞു കിടക്കാറുണ്ട്. ഇവിടെ മമ്മൂക്കയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഭാവങ്ങളും നമ്മൾ കാണും. സിനിമ കണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. മമ്മൂക്കയോടൊപ്പം തന്നെ ബ്രഹ്മയുഗത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന അർജുൻ അശോകനുണ്ട്, അതുപോലെ സിദ്ധാർത്ഥ ഭരതനുണ്ട്. ഇരുവരും തങ്ങളുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. അവരുടെ കരിയറിലെ തന്നെ മികച്ച ഒരു കഥാപാത്രങ്ങളായി മാറുകയാണ് രണ്ടുപേരുടെ കഥാപാത്രങ്ങളും. ഏതായാലും ആ ഇല്ലത്ത് നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ, 1.5 അല്ല 2.25 മണിക്കൂർ നേരം ആ ഇല്ലത്തിനുള്ളിൽ തന്നെ നമ്മൾ ചുറ്റിക്കറങ്ങുമ്പോൾ നമുക്ക് ഒരു തരി പോലും ബോറടിക്കുന്നില്ല എന്നുള്ളത് സംവിധായകന്റെ മികവ് തന്നെയാണ്. ഒരു തരി ബോറടിക്കാതെ ഈ 2-3 കഥാപാത്രങ്ങളെ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ നമ്മളത് സിനിമ എടുക്കുമെന്ന് ഞാൻ അതിശയിച്ചു പോയി. സദാശിവൻ, രാഹുൽ സദാശിവൻ നമ്മളെ ഞെട്ടിക്കുകയാണ്, സദാ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഭൂതകാലം എന്ന സിനിമയിലൂടെ OTT-യുടെ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ വന്നപ്പോൾ വലിയ പ്രതിസന്ധികൾ സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് അങ്ങനെ ഒരു സിനിമ വന്നത്. 2 പേരെ വെച്ച് മാത്രം എടുത്ത സിനിമ എങ്ങനെ നമ്മൾ എൻഗേജ് ചെയ്യിച്ചു നമുക്കറിയാം. അപ്പോൾ അതിനേക്കാൾ ഒരു പടി മുകളിൽ എന്നല്ല, 1-2 പടി മുകളിൽ തന്നെയാണ് ബ്രഹ്മയുഗത്തിന്റെ സ്ഥാനം. ബ്രഹ്മയുഗം ഇതുവരെ വന്ന രാഹുൽ സദാശിവൻ സിനിമകളിൽ മികച്ച ഒരു സിനിമ തന്നെയായി മാറുകയാണ്. ബ്രഹ്മയുഗം വരുന്ന ആളുകളിൽ തിയേറ്ററുകളിൽ ആളെ കൂട്ടും, ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റടിക്കും. കാരണം ഇത് മമ്മൂക്കയുടെ ബ്രഹ്മയുഗമാണ്. ഇനി ആടാൻ ഏത് വേഷമാണ് മമ്മൂക്ക നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അറിഞ്ഞുകൂടാ. വീണ്ടും വീണ്ടും നമ്മുടെ മമ്മൂക്കയുടെ ഷോ കാണാൻ, മമ്മൂക്കയുടെ പ്രകടനം, പെർഫെക്ഷൻസ്, അഭിനയത്തിന്റെ ആ വലിയ അടക്കി പിടിച്ച ഊഷ്മളതയേക്കാൾ ഉപരി ഗംഭീരമായ പ്രകടനങ്ങളും വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ സെലക്ഷനുകളും കാണാൻ നമുക്ക് ഇനിയും ഭാഗ്യം ലഭിക്കട്ടെ. ബ്രഹ്മയുഗത്തിന്റെ നിങ്ങളുടെ പ്രതികരണം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇതിനോടകം തന്നെ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ഷണിക്കുകയാണ്. മാത്രമല്ല ബ്രഹ്മയുഗം എത്രത്തോളം വലിയ വിജയമാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും, എത്ര കളക്ഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതെല്ലാവർക്കും ബൈ ബൈ.